Hello guys, welcome back to Star Live Tech. Realme X7 സീരീസ് ഒഫീഷ്യലി ചൈനയിൽ ഇന്നലെയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ പ്രോ വേർഷനായ Realme X7 Pro എന്ന ഡിവൈസാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. മികച്ചൊരു ഡിസ്പ്ലേയും ഫാസ്റ്റ് ചാർജിങ്ങും അതോടൊപ്പം 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് Realme X7 Pro. എനിവേ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കംപ്ലീറ്റ് റിവ്യൂയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക. So without wasting any more time, let's get to the video. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6.55 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതോടൊപ്പം 120 ഹെർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. 402 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു പഞ്ച് ഹോൾ കട്ട് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 85.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റിനോടൊപ്പം 240 ഹെർട്സിൻ്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്ക് ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 5ൻ്റെ സപ്പോർട്ടും നമുക്ക് ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ ബോഡി വെയ്റ്റ് വരുന്നത് 184 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന സമയത്ത് MediaTekൻ്റെ Dimensity 1000+ എന്ന ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Realme X7 Pro. Mali G77 MC9 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ GPU. Android 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസ് ടോട്ടൽ 3 വേരിയൻസിൽ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് വരുന്നത് 6GB RAM ആൻഡ് 120GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ്. മിഡിൽ വേരിയൻറ്റ് വരുന്നത് 8GB RAM ആൻഡ് 120GB ഇൻറ്റേർണൽ സ്റ്റോറേജും അതോടൊപ്പം ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 8GB RAM ആൻഡ് 256GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കുലർ ക്യാമറ മോഡ്യൂളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പ്രൈമറി സെൻസർ 64 മെഗാപിക്സലാണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 119 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ലഭിക്കുന്നുണ്ട്. ഒപ്പം 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ച് 4K വീഡിയോസ് 30 ആൻഡ് 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് 32 മെഗാപിക്സലിൻ്റെ ഒരു സിംഗിൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. f2.5 ആണ് അപ്പർച്ചർ വരുന്നത്. അത് നമുക്ക് ഡിസ്പ്ലേക്കകത്ത് ഒരു പഞ്ച് ഹോൾ കട്ടിലാണ് ലഭിക്കുന്നത്. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു മാസീവ് 65 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ 4500 mAh കപ്പാസിറ്റി ബാറ്ററി 0% to 100% ചാർജ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 35 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. USB Type-C പോർട്ടാണ് ഇതിൽ വരുന്നത്. പക്ഷേ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ അല്ല. പിന്നെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ഈ ഒരു ഡിവൈസ് ഡാർക്ക് ബ്ലൂ, വൈറ്റ്, റെയിൻബോ എന്നീ 3 കളർ വേരിയൻസിലാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഓവറോൾ നമ്മുടെ Realme X7 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. കറൻ്റ്ലി ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല. മിക്കവാറും അടുത്ത മാസമായിരിക്കും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് വേരിയൻ്റായ 6GB RAM ആൻഡ് 120GB സ്റ്റോറേജിന് പ്രൈസ് വരുന്നത് ചൈനയിൽ ഏകദേശം 2199 യുവാനാണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 23,500 രൂപയായിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. അതോടൊപ്പം അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പെർഫോമൻസും 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിപ്സെറ്റുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തരക്കേടില്ലാത്തൊരു ക്യാമറ സെറ്റപ്പും ബാറ്ററിയും അതോടൊപ്പം മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഡിവൈസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.